തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിന് സമീപമാണ് പ്രകൃതി രമണീയമായ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന കൃഷിഭൂമി. പച്ചക്കറിക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ ശുദ്ധമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പുല്ലമ്പാറ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ ഈ യുവ കർഷകർ അണിനിരക്കുമ്പോൾ ആ ലക്ഷ്യം ഏകദേശം പ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് രവീന്ദ്രൻ നായരാണ്. പുല്ലമ്പാറയാണ് താമസിക്കുന്നത്. പുല്ലൂട്ടെന്നുള്ള സ്ഥലം. പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് 38 കൊല്ലമായി. പാവൽ, പയർ, പടവലം, വെള്ളരി, ഇത് ഈ മലക്കറികളാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 10,000 മൂട് വാഴയും കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ജീവിതമാണ് നിന്ന് പറ്റുന്നത്. പടവലത്തിൽ ചേർക്കേണ്ട വളം ചാണകം, കോഴിക്കാരം, തോല് വർക്കം ഇതൊക്കെയാണ് ഞാൻ ഇടേണ്ടത് മലക്കറിക്ക്. തോലാണ് ഏറ്റവും മെയിൻ. ഇപ്പോൾ ഒരു 10 വർഷത്തിനിപ്പുറം വെച്ചാണ് ഇതിൻ്റെയൊക്കെ ഒരു സഹായമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ബാക്കി നമ്മൾ സ്വയമേ ഇത് കൃഷി ചെയ്തതിന് ശേഷമാണ് ഇവിടെയൊക്കെ ആളുകൾ കണ്ടമാതിരി കൃഷികൾ തുടങ്ങിയത്. ഇത് കണ്ടാണ് ഓരോരുത്തർ തുടങ്ങുന്നത്. പിന്നെ സഹായത്തിന് ആരെങ്കിലും അല്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടുതൽ 100-100 ഏക്കർ ആളുകൾ ഇവിടെ കൃഷി ചെയ്തേരാം. ചെറിയ സഹായങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാം കൂടെ വരാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നെൽകൃഷി എല്ലാം കൂടെ വൃത്തിയായിട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹമാണ്. പാവൽ, പയർ, വെള്ളരി, മുളക് തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനമായും ഇവർ കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയുടെ ഇടവേളകളിൽ വയലിൽ മൺകൂമ്പാരമുണ്ടാക്കി പന്തലിട്ടാണ് ഇവരുടെ കൃഷി. നല്ല കാലാവസ്ഥയും വേണ്ട പരിചരണവും ലഭിച്ചാൽ മികച്ച വിളവും ലാഭവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പുല്ലമ്പാറ കൃഷിഭവന്റെ സാങ്കേതിക ഉപദേശവും പ്രോത്സാഹനവും ഇവർക്ക് ആവേശം പകരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷിഭൂമിയിലിറങ്ങി ജോലി ആരംഭിക്കുന്നു. കഠിനാധ്വാനം അത് മാത്രമാണ് ഇവരുടെ വിജയതന്ത്രം. പ്രകൃതിയും കാലാവസ്ഥയും കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് മാത്രമാണ് ഇവരുടെ പ്രാർത്ഥന. എൻ്റെ പേര് ജർമ്പിദാസ്. ഇറവിക്കരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന പുല്ലമ്പാറ. പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ SLC കഴിഞ്ഞ് അതിനുശേഷം ഈ കൃഷിയോട് വലിയ താല്പര്യം തോന്നി. എന്നിട്ട് 5 കൊല്ലം വയനാട്ടിൽ പോയിന്ന് ഇഞ്ചി കൃഷി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അമിതമായിട്ടുള്ള ഇഞ്ചി കൃഷികളെല്ലാം കണ്ടുപഠിച്ചു. അവിടെ നിന്ന് പണിയായിട്ട് നിന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഇഞ്ചി കൃഷിയും പിന്നെ അതിനോടൊപ്പം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. ഇതുകൊണ്ടൊരു ഉപജീവനം നയിച്ചു പോവുകയാണ്. പിന്നെ അമിതമായിട്ടുള്ള കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി തന്നെയാണ്. അല്ലാതെ പിന്നെ എൻ്റെ കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ഐറ്റവും കൂടി ഏതെല്ലാം അത്യാവശ്യം എന്നെ കൊണ്ട് ചെയ്യാൻ എന്തെല്ലാം പറ്റും അതിപ്പോൾ ലാഭമായിട്ടല്ല ചെയ്യണത്. ഭയങ്കരമായ ലാഭം. ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ പിന്നെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ തക്കാളിയൊന്നും പിന്നെ കൃഷി ചെയ്തൊന്നും വേണ്ട വലിയ മെച്ചമൊന്നും ഉണ്ടാവുകയില്ല. വലിയ ലാഭവും കിട്ടില്ല. തക്കാളി, വെണ്ട ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ലാഭകൃഷിയല്ല. എങ്കിലും ഒരു കൃഷിയോട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഇതെല്ലാം ചെയ്യും. ഇപ്പം തന്നെ എൻ്റെ വീടിൻ്റെ പടിക്കൽ തന്നെ ഞാൻ ഇപ്പം തന്നെ ഒരു 10,000 തൈ പിന്നെ നട്ടിട്ടുണ്ട്. അത് കാർഷിക കോളേജിൽ ചെന്ന് 1000 തൈ, ഒരു തൈക്ക് 1 രൂപ വിലയിട്ട് കാർഷിക കോളേജ് തന്നിട്ടുണ്ട്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഈ പരിശ്രമശാലികൾ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായഹസ്തങ്ങൾ എന്നും ഇവർക്ക് തുണയായിട്ടുണ്ട്. കൊയ്ത്തുകഴിഞ്ഞ നെൽവയലിൽ നിരത്തി പന്തലിട്ട് അവയിലാണ് പയർ കയറ്റിവിടുന്നത്. കാർഷിക സർവകലാശാലയിൽ നിന്നും കൃഷിഭവനിൽ നിന്നും മികച്ച വിത്തുകൾ സംഭരിച്ച് വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ കൃഷിയും ഇവർ ഇറക്കുന്നത്. ഞാൻ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. എൻ്റെ പേര് ദിലീപ് പുല്ലമ്പാറ എന്നാണ്. തീർച്ചയായും ഈ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം തരുന്ന
കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചുകൊണ്ട് കർഷകർ ഈ നടത്തുന്ന ത്യാഗം യഥാർത്ഥത്തിൽ ഒരു ത്യാഗമെന്ന് വേണം പറയാൻ. കാര്യം നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റു ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പരിമിതമായ സബ്സിഡികൾ മാത്രമാണ് ഈ കർഷകർ കൊടുക്കുന്നത്. തീർച്ചയായും ഏകദേശം 25ഓളം ഏക്കറുകളിൽ നമ്മൾ ഈ പുല്ലമ്പാറ ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന് അടുത്തത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ നെൽകൃഷിയേക്കാൾ ഏറ്റവും കൂടുതൽ ഉപരി നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി ജൈവവളം ഇതൊരു ലാബിൽ കൊടുത്തിപ്പം അത് ടെസ്റ്റിംഗ് നടത്തി നമുക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കർഷകർക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം ഇതൊരു ജൈവ പച്ചക്കറി കൃഷിയായി ഇതിനെ പൂർണ്ണമായി 100% ആക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കർഷകർ. അതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പരമാവധി അവർ കൊടുക്കാവുന്ന, അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിലവിൽ വന്നിട്ടുള്ള ഒരു പുല്ലമ്പാറ കൃഷിഭവനിൽ വന്നിട്ടുള്ള ഒരു കൃഷി ഓഫീസർ തീർച്ചയായിട്ടും കർഷകരുടെ ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കത്ത രീതിയിൽ അവർ ആത്മാർത്ഥമായി കൃഷിയിലേക്ക് നയിക്കുവാനുള്ള പ്രോത്സാഹനവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതിന് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു വരുന്നത് തീർച്ചയായിട്ടും പുല്ലമ്പാറ നിലവിലുള്ള ഒരു കൃഷി ഓഫീസറാണ്. അവരെ ഈ സന്ദർഭത്തിൽ അവരെ എടുത്തു പറയേണ്ടത് അത്രയേറെ ഇവിടെ. അതുപോലെ തന്നെ നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് ഈ കർഷകരെ മാത്രമല്ല വീണ്ടും പച്ചക്കറി കൃഷിയിലേക്ക് കർഷകരെ പല മേഖലയിൽ നിന്നും ഇങ്ങോട്ട് അവരെ താല്പര്യം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആകർഷിക്കത്തക്ക രീതിയിൽ ഇതൊരു സന്ദേശമായി നമ്മുടെ ഈ കുളപ്പുറം ഈ പ്രദേശത്ത് ചെയ്തിരിക്കുന്ന ഈ കർഷക കൂട്ടായ്മ ഇതെല്ലാവർക്കും ഒരു സന്ദേശമായി കൊണ്ടുവരുവാൻ, ഇതൊരു മാതൃകയായി കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരെ കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ സ്കൂൾ തലത്തിലൊക്കെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല മേഖലയിൽ നിന്നും പല സിറ്റി ടൗൺ ഏരിയകളിൽ നിന്ന് ആളുകൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാതൃകയായി ഈ പ്രദേശത്തെ ഈ ഒരു കൂട്ടായ്മ വരും കാലങ്ങളിൽ നമുക്കൊരു മുതൽക്കൂട്ടാവട്ടെ. പയർ, പടവലം, പാവയ്ക്ക, മുളക്, നേന്ത്രവാഴ തുടങ്ങിയവയാണ് ഈ പ്രദേശത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ കർഷകർക്ക് ചാകര. കാലാവസ്ഥ ചതിച്ചാൽ കൃഷി ഉപേക്ഷിച്ചു പോകാനൊന്നും ഇവർ തയ്യാറല്ല. അടുത്ത വർഷം കൂടുതൽ കരുത്തോടെ, പ്രതീക്ഷയോടെ, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട് എന്ന തത്വം മുന്നിൽ കണ്ട് കാത്തിരിക്കും. എൻ്റെ പേര് ബാബു. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മുത്തിപ്പാറ വാർഡിൽ കുളപ്പുറം ആണ് സ്വന്തം സ്ഥലം. 15 വർഷമായിട്ട് കൃഷിയാണ് എൻ്റെ ഉപജീവനം. നെൽകൃഷിയുണ്ട്, പച്ചക്കറി കൃഷി, വാഴക്കൃഷി. വളരെ സാഹസപ്പെട്ടാണ് ഞങ്ങൾ ഈ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ വെള്ളം, ഇപ്പം നമുക്ക് ഇറിഗേഷൻ വകുപ്പിലൂടെ വെള്ളം തിരിച്ചുകൊണ്ടുവരാനുള്ള സൗകര്യമൊക്കെ ആയി നമ്മൾ ഈ കൃഷി തുടങ്ങിയതിന് ശേഷം ഈ ആലായുടെ 2 സൈഡും സിമൻറ്റ് കൊണ്ട് വാർത്ത് തോടൊക്കെ വെള്ളം തിരിച്ചുകൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം കൃഷിക്ക് അനുയോജ്യമായ നമ്മൾ കൃഷി തുടങ്ങിയ ശേഷം കൃഷിക്ക് വേണ്ട രീതിയിലുള്ള സഹകരണം ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. കാരണം ഞാൻ തന്നെ ഇപ്പം ഞങ്ങൾ 3 പേര് 6 ഏക്കർ സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യണം. പാട്ടത്തിനാണ്. 6 ഏക്കർ കൃഷിക്ക് പാട്ട വ്യവസ്ഥയിൽ തന്നെ ഏകദേശം 40,000 രൂപ പാട്ട കൂലിയായിട്ട് കൊടുക്കണം. പാട്ടക്കൂലി കൊടുത്തതിന് ശേഷം അത് വിളവ് കിട്ടി പോലും നശിച്ചില്ല പോലും വസ്തുവിൻ്റെ പാട്ടക്കൂലി കൃത്യമായിട്ടും കൊടുക്കണം. പിന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് നമുക്ക് കൃഷി ഓഫീസറുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നല്ല സഹകരണവും സഹായവും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇവിടെ 30 ഏക്കർ നമ്മളെ പുല്ലമ്പാറ പഞ്ചായത്തിൽ ഈ പുല്ലമ്പാറ, കുളപ്പുറം, പാലാങ്കോണം ഭാഗങ്ങളിലായിട്ട് 30 ഏക്കർ കൃഷിയുണ്ട്. അത് എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ പൊതുവിൽ നഷ്ടമാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ വെള്ളരി ഇങ്ങനെ വളർന്നു കിടക്കുന്നു. ഇതിൽ വളരെയധികം കാവറാണ്. കാരണം കാലാവസ്ഥയുടെ പ്രതികൂലമാണ്. അമിതമായ മഴ,
അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കെട്ടി നിന്ന് ഇതിൻ്റെ ഇതൊക്കെ അങ്ങ് വളർച്ചയൊക്കെ അങ്ങ് മുരടിച്ചു പോയി. അതുകൊണ്ട് ഈ രീതിക്ക് പോയാൽ നമുക്ക് കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ ഈ കൃഷിയെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. ഞങ്ങൾ 3 പേരാണ് പാർട്ട്ണർഷിപ്പായിട്ട് കൃഷി ചെയ്യുന്നത് ഒരുമിച്ച് 6 ഏക്കർ. ഈ 6 ഏക്കറിൽ വിളവെടുത്ത് നമ്മൾ മുതൽ മുടക്കിയ പൈസ നമുക്ക് യഥാർത്ഥത്തിൽ വന്ന് കിട്ടിയാൽ വളരെ ഭാഗ്യമാണ്. നമുക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. കൂലി കണക്കാക്കിയാൽ നമുക്ക് ചിലപ്പോൾ 100 രൂപ പോലും നമുക്ക് ഇതിൽ നിന്ന് ഒരു ദിവസം കൂലി അടങ്ങത്തില്ല. അത്ര ഇതാണ് കണക്കാവുക. നമ്മൾ മൊത്തം 1 രൂപ ചിലവായാലും 1 മണിക്കൂർ പണി ചെയ്താലും ഞങ്ങളത് കറക്റ്റ് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഈ കൃഷിയുടെ പോക്ക്. കാരണം കൃഷി ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെയുള്ള കുറച്ച് കർഷകർ എന്ത് ബുദ്ധിമുട്ടിയും നമ്മൾ കൃഷി നടത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ നല്ല സഹകരണം ഉള്ളതുകൊണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള സഹകരണവും നമ്മൾ ഇനി ഉള്ളതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവരുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ പുല്ലമ്പാറ കൃഷിഭവൻ്റെ കീഴിലാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ യൂത്ത് ഫാർമേഴ്സ് സംഘത്തിലെ ഒരു ഭരണസമിതി അംഗമാണ്. ഇവിടെ നമ്മൾ 3 പേര് കൂടിയാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് ഇതെൻ്റെ മൂത്തച്ഛനാണ്, ഒന്ന് ഒരു കൊച്ചച്ഛനുണ്ട്, ഇളയച്ഛൻ. നമ്മൾ 3 പേര് കൂടിയാണ് കൃഷി ചെയ്യുന്നത്. നമുക്കിവിടെ 6-7 ഏക്കറോളം കൃഷിയുണ്ട്. സ്വന്തമായിട്ട് ഒരു 50 സെൻറ്റ് നിലമുണ്ട്. ബാക്കി പാട്ടത്തിനാണില്ല, എല്ലാം പാട്ടത്തിനാണ്. കൃഷി എന്ന് പറയുന്നത് വെള്ളരി, പയർ, പിന്നെ പടവലം, പാവൽ, ഇതൊക്കെയാണ് കൃഷി ചെയ്യണം. ഇന്ന് ഇതിന് പുറമെ വാഴക്കൃഷിയുണ്ട്, വാഴയുണ്ട്. നമ്മളെ പ്രധാന വിപണി എന്ന് പറഞ്ഞത് ഇവിടെ തൈക്കാട്ട് വിപണിയാണ്, BFC. അത് കഴിഞ്ഞ് പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റ്. ഇവിടെ സാധനം കൂടുതൽ പോകുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലാണ്. ഇപ്പോൾ പടവലം തന്നെ ഇപ്പോൾ 1 കിലോയ്ക്ക് 18 രൂപയൊക്കെ വില ഉണ്ട്. വില കുറഞ്ഞ് വരെയാണ് പടവലത്തിനൊക്കെ, എല്ലാത്തിനും വില കുറഞ്ഞ് വരെയാണ്. സാധനം ഉൽപ്പാദനം കൂടുമ്പം വില കുറയാണ്. അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം പുല്ലമ്പാറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ 3 ക്ലസ്റ്ററായിട്ട്, അതായത് 5 ഹെക്ടർ വരുന്ന ക്ലസ്റ്ററിലാണ് ഇപ്പോൾ കൃഷി ചെയ്തേക്കുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഉത്സവം പോലെയാണ്. കാരണം നമ്മൾ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു വസ്തുവാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറിക്ക് പുറമെ നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ കൃഷി രീതിയിലുള്ള ഒരു പച്ചക്കറി കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പടവലം, പാവൽ, പിന്നെ പയർ, വെണ്ട, മുളക് തുടങ്ങിയ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറി ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് മാർക്കറ്റിംഗാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ നെടുമങ്ങാട് മാർക്കറ്റിൽ, ഹോൾസെയിൽ മാർക്കറ്റിൽ അതിൻ്റെ പച്ചക്കറി എല്ലാം കൂടെ സംഭരിച്ചിട്ട് വെക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിന് മതിയായ വില കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ഹോർട്ടികോർപ്പ് വിൽക്കുന്ന ആ പച്ചക്കറിയിലും ഇവർക്കുള്ള സബ്സിഡി കൊടുക്കുന്ന കൃഷിക്കാർക്ക് ഈ സബ്സിഡി 30% സബ്സിഡി കൊടുക്കുന്നത് കൃഷിക്കാർക്കും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് കൃഷിക്കാരുടെ അഭിപ്രായം.
അതുകൂടെ നമ്മൾ പരിശോധിച്ചിട്ട് വേണ്ട രീതിയിൽ കൃഷിക്കാർക്ക് ഈ 30% ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ അവരുടെ പ്രൊഡ്യൂസ് എടുത്തിട്ട് ഇവിടെ തന്നെ വെക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് കൃഷിക്കാർക്ക് വളരെ നല്ല ഗുണകരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പുല്ലമ്പാറ പഞ്ചായത്തിലെ സ്ഥിരോത്സാഹികളായ ഒരു കൂട്ടം കർഷകരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് നമ്മളിവിടെ കൃഷിവകുപ്പിൻ്റെ ഒരു സഹായത്തോടുകൂടി പച്ചക്കറി കൃഷി നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരമുള്ള ക്ലസ്റ്റർ മുഖേനയുള്ള കൃഷിയാണ്. നമ്മുടെ ബഹുമാന്യനെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ജൈവ കൃഷി രീതിയിലുള്ള വളരെ നല്ല രീതിയിൽ വിഷാംശങ്ങൾ ഒട്ടുമില്ലാതെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയാണ്. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ശാസ്ത്രീയമായി എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ആഹാരത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അതിൽ ശുദ്ധമായ പച്ചക്കറിയുടെ സ്ഥാനം ഒന്നാമത് തന്നെ. നല്ല കർഷകരാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കാഴ്ചപ്പാട് ഇവിടെ വളരെ പ്രസക്തമാണ്. വിഷരഹിത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ യുവാക്കൾ മുന്നോട്ട് വരട്ടെ. പുല്ലമ്പാറയുടെ ഈ കാർഷിക കർമ്മയോദ്ധാക്കളുടെ യുദ്ധം പട്ടിണിക്കെതിരെയുള്ള യുദ്ധം നമ്മുടെ സംസ്ഥാനമാകെ പോരാ, നമ്മുടെ രാജ്യമാകെ വ്യാപിക്കട്ടെ. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ജനത നമ്മുടെ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാകട്ടെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരങ്ങളിലെ മുട്ടക്കോഴി വളർത്തൽ 2ാം ഘട്ടം ഒക്ടോബർ 1 മുതൽ. സമൃദ്ധി ഗ്രോ ബാഗുകൾ വിപണിയിൽ. മഴമറ കൃഷിക്ക് 2 സങ്കര വെള്ളരി ഇനങ്ങൾ. വാർത്തകൾ വിശദമായി. നഗരങ്ങളിലെ മുട്ടക്കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ വെറ്ററിനറി സർവകലാശാല ആരംഭിച്ച 2ാം ഘട്ടം ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുട്ടക്കോഴികളെ നൽകിയ കർഷകർക്ക് 4 മാസം പ്രായമുള്ള പുതിയ അതുല്യ കോഴികളെ നൽകും. കോഴികളെ മാറ്റി വാങ്ങുവാൻ ആദ്യ ആഴ്ച മുതൽ ബുക്കിംഗ് ആരംഭിക്കും. വിളിക്കേണ്ട നമ്പർ 048723700237. ഇന്ത്യൻ കാർപ്പ് മത്സ്യങ്ങളായ കട്ല, രോഹു, മൃഗാൽ, സൈപ്രിനസ് എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളെയും കരിമീൻ, തിലാപ്പിയ കുഞ്ഞുങ്ങളെയും കോട്ടയം പള്ളം ഫിഷ് ഫാമിൽ നിന്നും ലഭിക്കും. കട്ല, റോഹു മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വിത്ത് 1-ന് 50 പൈസയും കരിമീൻ കുഞ്ഞുങ്ങൾക്ക് 8 രൂപയുമാണ് നിരക്ക്. നാടൻ തിലാപ്പിയ 100 എണ്ണം 30 രൂപയ്ക്കും റെഡ് തിലാപ്പിയ ഒരെണ്ണം 10 രൂപയ്ക്കും ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ വിളിക്കേണ്ട നമ്പർ 0481243409. കൊല്ലം ജില്ലയിലെ കിളിക്കൊല്ലൂർ കൃഷിഭവനിൽ മുന്തിയ ഇനം തെങ്ങിൻ തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ എന്നിവ വിതരണത്തിനായി എത്തിയിട്ടുണ്ടെന്ന് കിളിക്കൊല്ലൂർ കൃഷി ഓഫീസർ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047427101335. പച്ചക്കറികളും അലങ്കാര ചെടികളും നടാൻ അനുയോജ്യമായ നടീൽ മിശ്രിതം നിറച്ച റെഡിമെയ്ഡ് ഗ്രോ ബാഗുകൾ കയർഫെഡ് പുറത്തിറക്കി. സമൃദ്ധി ഗ്രോ ബാഗുകൾ എന്നറിയപ്പെടുന്ന ഇവയിൽ സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ്,
കോക്കോഫെർട്ട്, ഗ്രാവൽ, മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയടങ്ങിയ നടീൽ മാധ്യമമാണ് നിറച്ചിട്ടുള്ളത്. ഇതിലുള്ള കോക്കോഫെർട്ട് 100% പ്രകൃതിദത്ത വളമാണ്. ഇത് മണ്ണിന്റെ ജലാകിരണ ശേഷി വർദ്ധിപ്പിച്ച് വേരുവളർച്ച ത്വരിതപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04772243 മറ്റൊരു നമ്പർ 04772243 അഗ്രി ഫ്രണ്ട്സ് കൃഷി സാംസ്കാരിക വേദി തിരുവനന്തപുരം ജില്ലയിലെ 25 ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ കാർഷിക സാക്ഷരത സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 9495200255 മറ്റൊരു നമ്പർ 9400879707. കേന്ദ്ര സർക്കാരിന്റെ RKVY പദ്ധതി പ്രകാരം ക്ഷീര കർഷകർക്ക് 6 മാസത്തേക്ക് 2 ബാഗ് കാലിത്തീറ്റ 50% സബ്സിഡി നിരക്കിൽ നൽകുന്ന ക്ഷീരശ്രീ പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായി. തിരഞ്ഞെടുക്കപ്പെട്ട 40 പഞ്ചായത്തുകളിലെ 50 കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അതോടൊപ്പം 30 പഞ്ചായത്തുകളിലായി 1500 കർഷകർക്ക് 10 താറാവിൻ കുഞ്ഞുങ്ങളെ നൽകുന്ന ഗ്രാമധാര പദ്ധതിക്കും കൊല്ലത്ത് മൃഗസംരക്ഷണ വകുപ്പ് തുടക്കം കുറിച്ചു. ക്ഷീരശ്രീ ഗ്രാമധാര പദ്ധതികളിൽ അംഗമാകാൻ താൽപ്പര്യമുള്ള കർഷകർ ഗ്രാമപഞ്ചായത്തുകളിലെ ഗവൺമെന്റ് മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ചിലവ് കുറഞ്ഞ മഴമറ കൃഷിക്ക് കേരളത്തിൽ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. മഴമറയിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ 2 സങ്കര വെള്ളരി ഇനങ്ങൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഒളേറിക്കൾച്ചർ വിഭാഗം വികസിപ്പിച്ചു. KAU1, KAU2 എന്നീ വെള്ളരി ഇനങ്ങൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ആദ്യ സങ്കര വെള്ളരിയാണ്. സാമ്പിൾ വിത്ത് ആവശ്യമുള്ളവർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഒളേറിക്കൾച്ചർ വിഭാഗവുമായി ബന്ധപ്പെടാവുന്ന നമ്പർ 0487243841 മറ്റൊരു നമ്പർ 0487243845. കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 18,000 രൂപ, റബ്ബർ RSS 5 17,500 രൂപ, വെളിച്ചെണ്ണ കിൻഡലിന് 8,250 രൂപ, കൊപ്ര 5,750 രൂപ, കുരുമുളക് കിൻഡലിന് 42,200 രൂപ, ജാതിക്കത്തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ, ജാതിക്കത്തൊണ്ടില്ലാതെ കിലോയ്ക്ക് 650 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 42,200 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 40,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് കിൻഡലിന് 39,700 രൂപ, വയനാടൻ കുരുമുളക് 40,200 രൂപ. കൊപ്ര വിപണി കിൻഡലിന് കോഴിക്കോട് 5,850 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ, കാസർഗോഡ് 5,000 രൂപ. വെളിച്ചെണ്ണ വിപണി കിൻഡലിന് കണ്ണൂർ 8,600 രൂപ, കോട്ടയം 8,650 രൂപ, ആലപ്പുഴ 8,200 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31, 24, കൊച്ചി 32, 23.2, ആലപ്പുഴ 30.7, 24.7, പുനലൂർ 32.5, 22, തിരുവനന്തപുരം 32.7, 24 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.